ഓം 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 ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ശ്രീ മഹാഗണപതയേ നമഃ. ശ്രീ മഹാസരസ്വത്यै നമഃ. ശ്രീ മഹാഗുരുഭ്യോ നമഃ. കൃഷ്ണ കിടാവേ ഇത ഞാൻ തൊഴുന്നേൻ, ആനന്ദമൂർത്തേ അഴകാപുരാനേ, എപ്പോഴുമോമൽ തിരുമേനി കാൺമാൻ തക്കോരു കണ്ണിനരുളീടവേണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണൻ വാദവിമുക്തി നേടാൻ നാരായണൻ്റെ സവിധത്തിലെത്തി, നാരായണീയത്തെയിരുന്നു പാടി നാരായണൻ വാദവിമുക്തി നേടി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് 18ാമത്തെ ദശകം നോക്കാം. പൃഥുചരിതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇതിൻ്റെ വൃത്തം പ്രഹർഷിണി എന്നാണ്. 1-ാമത്തെ ശ്ലോകം. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേ. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേരംഗസ്യ വ്യജനി സുതഃ സ വേനനാമ. വ്യജനിസുതഃ സ വേനനാമ. യദ്ദോഷവ്യഥിതമതിഃ സ രാജവർയസ്ത്വത്പാദേ. യദ്ദോഷവ്യഥിതമതിഃ സ രാജവർയസ്ത്വത്പാദേ. നിഹിതമനാ വനം ഗതോഭൂത്. ത്വത്പാദേ നിഹിതമനാ വനം ഗതോഭൂത്. അർത്ഥം നോക്കാം. ധ്രുവകുലേ ഏവ ജാതസ്യ തുംഗകീർത്തേഃ അംഗസ്യ വേനനാമാസ സുതാ വ്യജനി. ധ്രുവൻ്റെ കുലത്തിൽ പിറന്ന വളരെ പ്രസിദ്ധനായ അംഗരാജാവിന് വേനൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മകൻ ഉണ്ടായി. യദ്ദോഷവ്യഥിതമതിഃ സ രാജവർയത്വത്പാദേ നിഹിതമനാഃ വനം ഗതഃ അഭൂത്. യാതൊരു മകൻ്റെ ദോഷത്താൽ മനം നൊന്ത് ആ രാജശ്രേഷ്ഠൻ ഇന്തിരിവടിയുടെ പാദങ്ങളിൽ മനസ്സർപ്പിച്ച് രാജ്യമൊക്കെ കൈവിട്ടിട്ട് കാട്ടിലേക്ക് പോയി. ഭക്തോത്തമനായ ധ്രുവൻ്റെ വംശത്തിൽ ദുഷ്ടനും നാസ്തികനുമായ വേനൻ വന്ന് പിറന്നു. ഇരവിധി വൈപരീത്യം. ദുഃഖനിവാരണത്തിന് മനസ്സ് മുഴുവൻ ഭഗവാനിൽ അർപ്പിക്കുകയാണ് നിവാരണമാർഗമെന്ന് ഉപദേശം. ഇനി ഇത് എങ്ങനെയാ പദം മുറിക്കുക, പിന്നെ ട്യൂണിൽ എങ്ങനെ ചെല്ലാം നോക്കാം. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേരംഗസ്യ എന്നുണ്ട്. രംഗസ്യ അല്ല. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേഃ അംഗസ്യ. അംഗൻ എന്നാണ് രാജാവിൻ്റെ പേര്, രംഗൻ എന്നല്ല. വ്യജനി സുതഃ സ വേനനാമ. എന്നുവെച്ചാൽ എല്ലാവരും രംഗ എന്നാണ് വായിക്കുക. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. തുംഗകീർത്തേഃ അംഗസ്യ. അംഗൻ എന്നാണ് രാജാവിൻ്റെ പേര്. യദ്ദോഷവ്യഥിതമതിഃ സ രാജവർയഃ. യദ്ദോഷവ്യഥിതമതിഃ സ രാജവർയഃ. ത്വത്പാദേ നിഹിതമനാ വനം ഗതോഭൂത്. ഗതഃ ആഭൂത് എന്നാണ്. അത് ഗതോഭൂത് തന്നെ വായിച്ചാൽ മതി. ഇനി ട്യൂണിൽ ചെല്ലു നോക്കാം. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേഃ അംഗസ്യ വ്യജനിസുത സ വേനനാമ. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേഃ അംഗസ്യ വ്യജനിസുത സ വേനനാമ. യദ്ദോഷവ്യഥിതമതിഃ സ രാജവർയഃ. യദ്ദോഷവ്യഥിതമതിഃ സ രാജവർയഃ. ത്വത്പാദേ നിഹിതമനാ വനം ഗതോഭൂത്. ത്വത്പാദേ നിഹിതമനാ വനം ഗതോഭൂത്. 2-ാമത്തെ ശ്ലോകം നോക്കാം. പാപോപി ക്ഷിതിതലപാലനായ വേനഃ. പാപോപി ക്ഷിതിതലപാലനായ വേനഃ. പൗരാദ്യൈരുപനിഹിതഃ. പൗരാദ്യൈരുപനിഹിതഃ കഠോരവീര്യഃ.
കഠോരവീര്യः സർവേഭ്യോ ഇജബലമേവ സംപ്രശംസൻ സർവേഭ്യോ ഇജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം ന്യരൗത്സീത് ഭൂചക്രേ തവ യജനാന്യയം ന്യരൗത്സീത്. അർത്ഥം നോക്കാം. പാപഃ അപി കഠോരവീര്യഃ ദുഷ്ടനാണെങ്കിലും കടുത്ത ആയിരുന്നതിനാൽ ഠിതിതലപാലനായ പൗരാദ്യൈ ഉപനിഹിതഃ പൗരന്മാർ തുടങ്ങിയവർ രാജാവായി വാഴിച്ചു. അയം വേനഃ സർവേഭ്യോ നിജബലം ഏവ സംപ്രശംസൻ ഈ വേനൻ എല്ലാവരോടും തൻ്റെ കയ്യൂക്കിനെ പറ്റി തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് ഭൂചക്രേ തവ യജനാനി ന്യരൗസീത് ഭൂമിയിലെങ്ങും ഇന്ദ്രിവടിക്ക് പ്രിയങ്കരങ്ങളായ യാഗാദികർമ്മങ്ങളെല്ലാം മുടക്കിക്കളഞ്ഞു. ഇനി ഇത് പദം മുറിക്കാം, എന്നിട്ട് ട്യൂണിൽ ചെല്ലാം. പാപോപി ഠിതിതലപാലനായ വേനഃ പാപോപി ഠിതിതലപാലനായ വേനഃ പൗരാദ്യൈഃ ഉപനിഹിതഃ. അതാണ് പൗരാദ്യൈരുപനിഹിതഃ എഴുതിയിരിക്കുന്നത്. പൗരാദ്യൈഃ ഉപനിതഃ കഠോരവീര്യഃ കഠോരവീര്യഃ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം ന്യരൗസീത് ഭൂചക്രേ തവ യജനാനി അയം എന്നാ വരിക. അതങ്ങനെ തന്നെ വായിക്കാം. യജനാന്യയം ന്യരൗസീത് ന്യരൗസീത് മുടക്കിക്കളഞ്ഞു എന്നാണ് അർത്ഥം. ഇനി ഇത് ട്യൂണിൽ ചെല്ലാം. പാപോ ഭിഠിതിതലപാലനായ വേനഃ പാപോ ഭിഠിതിതലപാലനായ വേനഃ പൗരാദ്യൈരുപനിഹിതഃ കഠോരവീര്യഃ പൗരാദ്യൈരുപനിഹിതഃ കഠോരവീര്യഃ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം ന്യരൗസീത് ഭൂചക്രേ തവ യജനാന്യയം ന്യരൗസീത്. ഇനി മൂന്നാമത്തെ ശ്ലോകം. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖ്യേ സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖ്യേ മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈഃ ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലഭദശാമനായി വേനഃ ശാപാഗ്നൗ ശലഭദശാമനായി വേനഃ. അർത്ഥം നോക്കാം. താപസൗഖ്യേ ഹിതകഥനായ സംപ്രാപ്തേ മഹർഷിമാർ യോഗം കൂടി ഹിതം പറയുവാനായി ചെന്നപ്പോൾ മത്തഃ അന്യ കശ്ചന ഭുവനപതി ന ഇതി ഞാനല്ലാതെ വേറെ ഒരു ലോകനാഥൻ ഇല്ല എന്ന് ത്വന്നിന്ദാവചനപരഃ വേനഃ ഇന്ദിരിവടിയെ നിന്ദിച്ച് പറയുന്ന വേനനെ തൈ മുനീശ്വരൈഹി ആ തപസ്വികൾ ശാപാഗ്നോ ചലപദശാം അനായി തങ്ങളുടെ ശാപത്തിയിൽ പാറ്റയാക്കിക്കളഞ്ഞു. ഭാഗവതം പറയുന്നുണ്ട്. ഇത്തം വിപര്യമൈ പാപിയാനുപസംഗതഃ അന്വീയമാന തദ്യാശ്ചനാം ചക്രേ ഭ്രഷ്ടമംഗളഃ ഹന്യതാം ഹന്യതാമേഷ പാപപ്രകൃതിദാരുണഃ ജീവൻ ജഗദാസാവാശു ഗുരുതേ ഭസ്മസാ ധ്രുവം ഇത്തം വ്യവസിതാ ഹന്തും ഋഷയോ രൂഢമന്യവഃ ജഗ്നുർ ഹുങ്കൃതൈർവേനം കഥം അച്യുതചിന്തയാ. ഹുങ്കാരം കൊണ്ട് അച്യുതനെ നിന്ദിച്ചതുകൊണ്ട് ഹുങ്കാരത്താൽ വേനനെ ഭസ്മമാക്കി എന്നാണ് ഭാഗവതം പറയുന്നത്. ഇവിടെ ശാപത്തിയിൽ പാറ്റയാക്കി കളഞ്ഞു എന്ന് വളരെ ഭാവനയോടുകൂടി തൻ്റെ കവിത്വം ഭഗവാന്റെ മുന്നിൽ കാട്ടിക്കൊണ്ടാണ് ഭട്ടതിരിപ്പാട് അവതരിച്ചിട്ടുള്ളത്. ഏതായാലും അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ്. ഇനി ഇത് പദം മുറിച്ച് നോക്കാം. അതിനുശേഷം ട്യൂണിലും ചെല്ലാം. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖ്യേ മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈ അങ്ങനെയും വായിക്കാം. ശാപാഗ്നൗ ശലഭദശാമനായി വേനഃ ശാപാഗ്നൗ ശലഭദശാം
അനായിവേനഃ. ഇനിയിപ്പോൾ ചൂണ്ടിച്ചെല്ലാം. സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖ്യേ സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖ്യേ മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈഃ ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈഃ ശാപാഗ്നൗ ശലപദശമനായിവേനഃ ശാപാഗ്നൗ ചലപദശാമനായിവേനഃ ശാപാഗ്നൗ ചലപദശാമനായിവേനഃ. ഇനി 4-ാമത്തെ ശ്ലോകം. പൃഥു അവതാരം പറയുകയാണ്. തന്നാശാത് ഖലജനഭീരുകൈർ മുനീന്ദ്രൈഃ തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ തന്നാശാത് ഖലജനഭീരുകൈർ മുനീന്ദ്രൈഃ തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഖേ പരിമഥിതാതദോരുദണ്ഡാത് ത്യക്താഖേ പരിമഥിതാതദോരുദണ്ഡാത് ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസീഃ ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസീഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവിരാസി പറഞ്ഞാൽ ഭഗവാൻ ആവിർഭവിച്ചു, അവതരിച്ചു ആണ് അർത്ഥം. ഇവിടെയാണ് പൃഥു അവതാരം. നാരായണ 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 നാരായണ. ജയ് ബോലോ ജയ് പൃഥു ഭഗവാന കീ ജയ്. ഇനി അർത്ഥം നോക്കാം. തന്നാശാത് ഖലജനഭീരുകൈഃ മുനീന്ദ്രൈഃ. ബലവാനായ വേനൻ മരിച്ചപ്പോൾ ദുഷ്ടന്മാരെ ഭയപ്പെടുന്ന മഹർഷിമാർ തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ അമ്മയായ സുനീത നശിക്കാതെ സൂക്ഷിച്ചു പോന്ന വേനശരീരത്തിൽ പരിമഥിതാത് ആദ്യം ഊരുകടഞ്ഞ് നിഷ്ഠുരപാപമായ കൽമഷം നീക്കിയിട്ട് ഊരുദണ്ഡാതി ദഗ്ധാഖേ അഥ ദോർദണ്ഡേ പരിമഥിതേ ത്വം ആവിരാസീഃ. പിന്നീട് കടഞ്ഞതായ ഭുജത്തിൽ നിന്ന് ഇന്ദ്രിവടി ആവിർഭവിച്ചു. ബലവാനായ മേനൻ മരിച്ചപ്പോൾ ദുഷ്ടന്മാരുടെ ശല്യമുണ്ടായി രാജ്യത്തിലൊക്കെ. മഹർഷിമാർ കൊട്ടാരത്തിലേക്ക് വന്ന് അംഗരാജാവിൻ്റെ ഭാര്യയുടെ പേര് സുനീത റാണി എന്നാണ്. അവർ തൻ്റെ മകൻ്റെ ശരീരം എണ്ണത്തോണിയിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു. ശരീരം പുറത്തേക്ക് എടുത്തിട്ട് ആദ്യം തുടകൾ കടഞ്ഞു. അപ്പോൾ കന്മഷ രൂപത്തിൽ കറുത്ത രൂപത്തിലൊരു മനുഷ്യൻ പുറത്തേക്ക് വന്നു. നിഷാദൻ എന്നാണ് പേര്. കാട്ടാളൻ. കാട്ടിൽ പോയി വസിക്കാൻ പറഞ്ഞു. അതിനുശേഷം കൈകൾ കടഞ്ഞപ്പോൾ ഭഗവാന്റെ അവതാരം പൃഥു അവതാരം ഉണ്ടായി. അങ്ങേ ആവിർഭവിച്ചില്ലേ ഭഗവാനെ എന്ന് ഗുരുവായൂരപ്പനോട് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ചൊല്ലി നോക്കാം. തന്നാശാത് ഖലജനഭീരുകൈർ മുനീന്ദ്രൈർ തന്നാശാത് ഖലജനഭീരുകൈർ മുനീന്ദ്രൈഃ തന്മാത്ര. തന്മാത്ര അല്ല, പിന്നെ തന്മാത്ര അവൻ്റെ അമ്മ. ചിരപരിരക്ഷിതേ തദംഗേ ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഖേ പരിമഥിതാത് ഊരുദണ്ഡാത് ത്യക്താഖേ പരിമഥിതാത് അധോരുദണ്ഡാത് ആണുള്ളത്. തോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസി.